പല പേഷ്യൻസും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രഗ്നൻസി ചെക്കപ്പിന് വരുമ്പോൾ കപ്പിളായിട്ട് ഡിസിഷൻ പറയും ഇത് കഴിഞ്ഞിട്ട് പ്രസവം നിർത്തുക ഡോക്ടറെ എന്ന്. എന്നാൽ ഡെലിവറി കഴിഞ്ഞ അടുത്ത ദിവസത്തിനെ പറ്റി ചോദിക്കുമ്പോൾ മറ്റുള്ളവരുടെ രൂക്ഷ നോട്ടത്തിന് മുന്നിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്നതും കാണാം. ഈ അടുത്തുണ്ടായ അനുഭവമാണ്. ആദ്യത്തെ നോർമൽ ഡെലിവറി ആയിരുന്ന ഒരു പേഷ്യന്റ് രണ്ടാമത്തെ ലേബർ കോംപ്ലിക്കേറ്റഡ് ആയപ്പോൾ സിസേറിയൻ വേണ്ടി വന്നു. ഇനി കുഞ്ഞ് വേണ്ടാന്ന് നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് എന്തായാലും സിസേറിയൻ അല്ല, അതിന്റെ കൂടെ പ്രസവം നിർത്തുന്ന എളുപ്പമല്ലേ എന്ന് കരുതി ചോദിച്ചു. ഭാര്യയും ഭർത്താവും ഉടനെ ഓക്കെയും പറഞ്ഞു. രണ്ടും പെൺകുഞ്ഞുങ്ങളായിരുന്നു, എന്നാലും പ്രസവം നിർത്തി. പിറ്റേ ദിവസം റൗണ്ട്സിന് പോയപ്പോൾ എല്ലാവരുടെയും മുഖം വല്ലാണ്ടിരിക്കുന്നു. പെട്ടെന്ന് പേഷ്യന്റ് എന്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഡോക്ടറെ ഈ സർജറിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത്ര ചെറുപ്പത്തിൽ ആരെങ്കിലും പ്രസവം നിർത്തുമോ? ഇനി എന്തൊക്കെ പ്രോബ്ലംസ് വരാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ് ചുറ്റുമുള്ളവരെല്ലാവരും കൂടി എന്റെ ചെവി തിന്നുക മറുപടി പറഞ്ഞു മടുത്തു. ഞാൻ പറഞ്ഞു, ഇനി ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് കുഴപ്പമില്ല ഡോക്ടർ, വേറെ എന്ത്? നിയമപരമായിട്ട് ഒരു സ്ത്രീക്ക് പ്രസവം നിർത്താൻ മിനിമം 22 വയസ്സ് മതി. 1 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായാൽ മതി. ഈ സർജറിയിൽ 2 ട്യൂബ് ബ്ലോക്ക് ചെയ്യുന്നു എന്നല്ലാതെ ഗർഭപാത്രത്തെയോ ഹോർമോൺസിനെയോ അവരുടെ സെക്ഷൽ ഡിസയറിനെയോ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല ഇത്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ പ്രസവം നിർത്തണോ വേണ്ടയോ എന്നുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ആ കപ്പിള് മാത്രമാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അവർക്കിനി കുഞ്ഞു വേണോ, അവരിനി പ്രസവിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. മറ്റുള്ളവർ അതിൽ കയറി ഇടപെടുക, സർജറിയെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന സർജറിയെ കുറിച്ച് ഡൗട്ട് ചോദിക്കേണ്ടത് നാട്ടുകാരോടല്ല, സർജറി ചെയ്യുന്ന ഡോക്ടറോടാണ്. ഈ സർജറിയെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഇതുപോലത്തെ അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഒന്ന് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ, അറിയാൻ വേണ്ടിയിട്ടാ, ക്ലിയർ ചെയ്യാനും. പ്രസവം നിർത്തുന്നതിനെ കുറിച്ചിട്ടുള്ള മുമ്പത്തെ വീഡിയോയിൽ വന്ന ഒരു കമന്റ് ആണിത്. സ്ത്രീക്ക് അത്ര ആഗ്രഹം ഉണ്ടായിട്ടും ഹസ്ബൻഡ് സമ്മതിക്കാത്തതുകൊണ്ട് പ്രസവം നിർത്താൻ പറ്റാത്തതിന്റെ സങ്കടം. ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു നിയമവും അതിനോടൊപ്പമുള്ള ചിന്തയും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം പറയണേ. പ്രസവം നിർത്താൻ നിയമപരമായിട്ട് ഭർത്താവിന്റെ സമ്മതം ആവശ്യമില്ല എന്ന് ഇനിയും എത്ര പേർക്കറിയാം? അവിടെ ഭാര്യ മാത്രം തീരുമാനിച്ചാൽ മതി. ഇതെന്തൊരു നിയമ? ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെയൊക്കെ പ്രസവം നിർത്താൻ പറ്റുമോ? ഇനിയും കുട്ടി വേണമെന്ന് ഭർത്താവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പൊ ഈ നിയമം ഉണ്ടാക്കിയത് എന്തിനാ? ഇനിയാണ് ചിന്ത. ഭർത്താവിനെ ആഗ്രഹിക്കാം, പക്ഷെ ആ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഗർഭം ധരിക്കേണ്ടത്, നൊന്ത് പ്രസവിക്കേണ്ടത്, കുഞ്ഞിന് മുലയൂട്ടി ശരീരം വീക്ക് ആവേണ്ടത് എല്ലാം ഭാര്യയുടെയാണ്. അതിനൊക്കെ ഭാര്യ സന്തോഷത്തോടെ വില്ലിങ് ആണെങ്കിൽ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർക്ക് അടുത്ത കുഞ്ഞിനെ പ്ലാൻ ചെയ്യാം. ഇനി സ്ത്രീക്ക് സ്വന്തമായിട്ട് തന്നെ ഇനിയും കുഞ്ഞു വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സന്തോഷത്തോടെ മുന്നോട്ട് പോവാം. ബട്ട് എനിക്കിനി പ്രസവിക്കാൻ വയ്യ, നിർത്തിയാൽ മതി എന്നൊരു ഭാര്യ പറയുമ്പോൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഭാര്യയെ നിർബന്ധിച്ച് പ്രസവിപ്പിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? നിയമം സ്ത്രീയെ മനസ്സിലാക്കുന്നു. ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടെടുക്കുന്നത് അവളായതുകൊണ്ട് അവൾക്ക് വയ്യെങ്കിൽ അവൾക്ക് നിർത്താൻ അവൾക്ക് പെർമിഷൻ കൊടുക്കുന്നു. അത്ര പോലും സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാത്തവരല്ലേ ഭാര്യയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പ്രസവം നിർത്താൻ സമ്മതിക്കാത്തത്? എന്റെ മാത്രം എക്സ്പീരിയൻസിൽ ഇനി വയ്യ ഡോക്ടറെ, പക്ഷെ ഭർത്താവ് സമ്മതിക്കുന്നില്ല എന്ന് കണ്ണ് നിറഞ്ഞു പറഞ്ഞ ഭാര്യമാർ അനവധിയാണ്. എന്നാൽ ഇതേ അവസരത്തില് അയ്യോ ഡോക്ടർ, ഇതിലൊക്കെ ഞാൻ എന്ത് പറയാൻ, അവളല്ലേ പ്രസവിക്കുന്നത്, അവൾക്ക് വയ്യെങ്കിൽ നിർത്തിക്കോട്ടെ എന്ന് സന്തോഷത്തോടെ പറഞ്ഞ ഒരു ഭർത്താവിനെ ഓർക്കുന്നു. നിങ്ങളുടെ ഇതിൽ ഏത് ഭർത്താവും? അപ്പോ ഇനിയും കുഞ്ഞു വേണമെന്നാണ് ഭർത്താവിന്റെ താല്പര്യമെങ്കിൽ, ഇനിയും കുഞ്ഞു വേണ്ടെന്നാണ് ഭാര്യയുടെ താല്പര്യമെങ്കിൽ,